സുഡാനിൽ ഏകദേശം വാർ തുടങ്ങിയ ശേഷം, വാറെന്ന് പറയുന്നത് സുഡാനീസ് ആംഡ് ഫോഴ്സ്, ഇവിടുത്തെ ഡിക്റ്റേറ്ററായ ആർമി ഉദ്യോഗസ്ഥൻ്റെ അണ്ടറിലുള്ള അവരുടെ നാഷണൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പുറത്ത് അവരുടെ തന്നെ മറ്റൊരു നാഷണൽ ഫോഴ്സ് സുഡാനീസ് റാപ്പിഡ് ഫോഴ്സ്. ഇത് രണ്ടു സുന്നി വിഭാഗക്കാരാണ്. പക്ഷെ പവർ സ്ട്രഗിളിൻ്റെ കാരണം ഭരണം വേണം. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നിങ്ങൾ ധരിക്കുക എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 65,000 പേര്. ഇപ്പോൾ കണക്ക് പറഞ്ഞത് യുണൈറ്റഡ് നേഷനാണ്. 65,000 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് പട്ടിണി കൊണ്ടുള്ള മരണം വേറെ ഉണ്ട്. അതിൻ്റെ റിപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുക. കാരണം ആം സ്ട്രഗിൾ നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഈ പറയുന്ന സുഡാനീസ് ആംഡ് ഫോഴ്സിനെ സഹായിക്കുന്നത് സാമ്പത്തികമായും ആയുധം കൊടുത്ത് സഹായിക്കുന്ന ഈജിപ്റ്റ്, ഇപ്പുറത്തെ റാപ്പിഡ് ആക്ഷൻ ആംഡ് ഫോഴ്സ് അതായത് അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സ് അതിനെ സഹായിക്കുന്നത് UAE, മറ്റൊരു ഗ്രൂപ്പിനെ സഹായിക്കുന്ന ഖത്തർ. ആലോചിച്ച് നോക്കുക, ഇവർ തമ്മി തല്ലുക. ഇപ്പം എത്ര പേരാണ് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ്, അതായത് ഭവനമില്ലാതായി പോയ 15 ലക്ഷം പേർക്ക്. നിങ്ങളിത് കേരളത്തിലെ ഈ സുഡാപ്പി ചാനലുകാർ, അതായത് സാറ്റലൈറ്റ് ചാനൽ, പല യൂട്യൂബുകാർ ഇതിനെപ്പറ്റി മിണ്ടിയോ? കാരണം അവരുടെ ആൾക്കാർ തമ്മിൽ തല്ലുക. അപ്പം ഇതിൻ്റെ ഇൻട്രസ്റ്റ് എന്തുവാ? ഒരു സമയത്ത് വേൾഡിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന സുഡാനായിരുന്നു. ഒരു ഭാഗം മാറി അങ്ങ് പോയി, തെക്കൻ സുഡാൻ. അവിടെ ഓയിൽ ബ്ലോക്കും പരിപാടികളൊക്കെ, അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. കാരണം അത് വേറെ സെപ്പറേറ്റ് ആയിപ്പോയി. വീണ്ടും സുഡാൻ 2-3 പീസാകുമെന്നാണ് അമേരിക്കൻ എക്സ്റ്റേണൽ അഫയേഴ്സ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പറയുന്നത്. കാരണം ഇവർ ഒരുമിച്ച് പോകത്തില്ല. പക്ഷെ ട്രംപ് ഇപ്പോൾ കയറി ഇടപെട്ടു. കാരണം ഇങ്ങനെ ആളുകൾ കൊല്ലപ്പെടാൻ പാടില്ല. അതായത് എപ്പോഴും ഗാസയെ നോക്കി ജനസൈഡ് എന്ന് പറയുന്ന ഈ അൽ ജസീറ ചാനൽ സുഡാനെ പറ്റി അവർ പറയത്തില്ല. കാരണം അവരും അതിൻ്റെ പാർട്ട്. എന്തുകൊണ്ടാണ് സുഡാൻ ഇവരുടെ താല്പര്യം? നിങ്ങൾക്കറിയാം ബേസിക് റീസൺ. സുഡാൻ്റെ പല ഭാഗത്തും ശരിക്കും ഗോൾഡ് മൈൻസാണ്. ഗോൾഡ് റഷ് എന്ന് പറയുന്ന സംഭവമാണ്. കാരണം ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഗോൾഡിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പുകൾക്ക് പണവും ആയുധവും കൊടുക്കുന്നത്. കാരണം അവരുടെ കൺട്രോളിൽ നിൽക്കാൻ വേണ്ടി. ഒരു സമയത്ത് UAE അവിടെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. കാരണം അവിടെ ആഹാരം, അതായത് ഫുഡ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ റീസൺ നൈലിൻ്റെ ബ്ലൂ നൈലുണ്ട്, അതേപോലെ തന്നെ വൈറ്റ് നൈലുണ്ട്. ഈ രണ്ടും കൂടെ ചേർന്ന് നൈലായിട്ട് ഒഴുകുന്നത്. അത് പോയിട്ട് നേരെ പോയിട്ട് ഈജിപ്റ്റ് വഴി അങ്ങ് പോവുക. ഈ സുഡാൻ്റെ കടൽ തീരം എന്ന് പറയുന്നത് ഒരു ഗ്ലോബലായിട്ടുള്ള വെസൽസിൻ്റെ അതായത് ഷിപ്പിൻ്റെ മൂവ്മെൻ്റ് ഉള്ള സ്ഥലവും കൂടാണ്. അതായത് ഗ്ലോബലായിട്ട് ഇതിനെ ബാധിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, നേരത്തെ റഷ്യയുടെ പ്രിഗോഷൻ, അയാളെ പുടിൻ തന്നെ കൊന്നു കളഞ്ഞു. അപ്പം അയാളുടെ പ്രൈവറ്റ് സേന അവിടെ ഗോൾഡ് എടുക്കാൻ വേണ്ടി, റഷ്യക്ക് കൊടുക്കാൻ വേണ്ടി, പുറത്ത് വിൽക്കാൻ വേണ്ടി അയാളോട് സെക്യൂരിറ്റി കൊടുത്തിരുന്നു. അതായത് ഒരു രാജ്യത്തെ എല്ലാ രീതിയിലും അങ്ങ് കോളമാക്കി, നാശമാക്കി. ഇതിനെപ്പറ്റി ബൈഡനും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ സമയത്ത് ഇടപെടേണ്ടതായിരുന്നു, ഇടപെട്ടില്ലേ. ആൾക്കാരിങ്ങനെ മരിച്ചുണ്ട്. അതായത് വംശീയ നരഹത്യ നടന്ന ഒരു രാജ്യമാണത്. ശരിക്കും എത്ര പേരാ കൊല്ലപ്പെടുന്നു? എന്തിൻ്റെ പേര്? സ്വന്തം ആൾക്കാർ, സ്വന്തം മുസ്ലിമായിട്ടുള്ള കമ്മ്യൂണിറ്റി, സുന്നി വിഭാഗക്കാർ അവർ തമ്മിൽ തല്ലും. ഇത് ഗ്ലോബലായിട്ട് പല ആൾക്കാർ ഇത് കാണുമ്പോൾ വളരെ ഇതായി. കാരണം ഈ രീതി പോയി ഇതെങ്ങനെ അവസാനിക്കും? ഇതിനകത്ത് പ്രധാനപ്പെട്ട ട്രംപ് 2 രാജ്യങ്ങളോടും, അതായത് റാപ്പിഡ് RAF എന്ന് പറഞ്ഞാൽ അവർക്ക് വെപ്പൺ കൊടുക്കുന്ന, അതേപോലെ ഫിനാൻസിങ് ചെയ്യുന്ന UAE പറഞ്ഞു ഇനി വെപ്പൺ കൊടുക്കരുത് അവർക്ക്. ഈജിപ്തിന് മറ്റേ സുഡാനീസ് ആർമിക്ക് വെപ്പൺ കൊടുത്ത് അവരോട് ഇനി അവർക്ക് വെപ്പണോ സഹായവും കൊടുക്കരുത്. അവർ സീസ് ഫയറിന് തയ്യാറാകണം, അതായത് വെടിനിർത്തലിന് തയ്യാറാകണം. അത് ഡിവിഷനൊക്കെ അതിന് കഴിഞ്ഞ ശേഷം ആലോചിക്കാം. അതായത് ട്രംപിൻ്റെ നടപടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇത്രയും വർഷം ഇരുന്നിട്ട് പോലും ഇത്രയും സംഭവം, ഇത്രയും അലമ്പായിട്ട് പോലും, ബഹളമായിട്ട് പോലും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇതിൽ ഇടപെടാൻ തയ്യാറായില്ല. കാരണം ഇതിൻ്റെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഒരു സമയത്ത് റഷ്യയായിരുന്നു, പ്രിഗോഷനായിരുന്നു. റഷ്യ അങ്ങ് മാറി, കാരണം അയാൾ കൊല്ലപ്പെട്ടു. കാരണം ഈ വാഗനാറും റഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. കാരണം നിങ്ങൾക്കറിയാവുന്നതാണ് വാഗനാറിൻ്റെ
ഈ പ്രഗോഷനെയൊക്കെ അയാളുടെ എയർക്രാഫ്റ്റൊക്കെ അടിച്ചിടുന്ന റഷ്യ തന്നെയാണ്. പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളായ UAE, അതേപോലെ തന്നെ ഈജിപ്റ്റ്, പിന്നെ മറ്റൊരു രാജ്യമായ ഖത്തർ, ചില രാജ്യങ്ങൾക്ക് ഈ പറയുന്ന പല ഫാക്ഷൻസും ഗ്രൂപ്പുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. കാരണം ഇതിനകത്ത് അവിടെ പോയിരിക്കുന്ന, അതായത് ഈ സുഡാനിൽ പോയിരിക്കുന്ന ഒരു കൂട്ടരെന്ന് പറയുന്നത്, കാരണം വലിയൊരു ജനസംഖ്യ എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരാ പണ്ട് കാലത്ത്. അതായത് ഈ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നവരുടെ, അതായത് നമ്മുടെ ഇത് CRP പോലെ പാരാമിലിറ്ററി ഫോഴ്സാണ് സംഭവം. അത് രണ്ടും, അതും പട്ടാളമായി, അപ്പുറത്തും പട്ടാളം, അവരടിയായി. കാരണം ഗോൾഡും അതേപോലെ തന്നെ ഈ നൈലിൻ്റെ സംഭവം വലിയ സംഭവമായിരുന്നു സുഡാൻ. പിന്നെ അവിടെ ശരിക്കും ഓയിൽ ബ്ലോക്കും ഉണ്ട്. ആ ഓയിൽ ബ്ലോക്ക് സൗത്ത് സുഡാനില്ല. അതായത് ഒരു രാജ്യത്തെ മുഴുവനും പവർ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പേര് കൊല്ലപ്പെട്ടു, ഇത്രയും പേര് ഡിസ്പ്ലേസ്ഡ് ആയി, പട്ടിണി മരം ശരിക്കുന്ന, കാരണം ആഹാരമില്ല. പല യുണൈറ്റഡ് നേഷൻ്റെയും പല രാജ്യങ്ങളും അവിടെ ആഹാരം എത്തിക്കാനും മെഡിസിൻ എത്തിക്കാനും, കാരണം ഇവർ തമ്മിൽ വെടിവെച്ച് കൊല്ലു അന്യോന്യം. സിവിലിയൻസിനെ വെടിവെച്ച് കൊല്ലുന്നത്, കാരണം അവരങ്ങോട്ട് അവരെ വെടിവെക്കുന്നു, ഇവരെവിടെ പോകും? കാരണം ആലോചിക്കുകയൊക്കെ, കാരണം എന്താണ് ഇവർക്ക് പറ്റിയത്? അതായത് സിവിലൈസ്ഡ് സൊസൈറ്റി അല്ല എങ്കിൽ ഇതേപോലെയാണ് എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നത്. അതിന് ഏറ്റവും വലിയ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഉദാഹരണമാണ് ഈ പറയുന്ന സുഡാൻ. ഇപ്പോൾ കേരളത്തിലെ ഈ പല ആൾക്കാരും പറയുമല്ലോ, ഇത് ഞങ്ങളാണ്, ഇത് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം തന്നെ. എന്താ പ്രശ്നം? നിങ്ങൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവൻ്റെ പ്രശ്നത്തിലോട്ട് പോവാം. എന്തിനാണ് നിങ്ങൾ അന്യോന്യം അടിക്കുന്നത്? നിങ്ങൾ അന്യോന്യം അടിച്ച് നിങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അതിൻ്റെ കണക്കുകളൊക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. കാരണം ഗാർഡിയൻ ഇതിൻ്റെ കംപ്ലീറ്റായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു, എത്ര പേര് മരിക്കുന്നു. ഇതിനെപ്പറ്റി ലോകത്തൊരു രാജ്യങ്ങൾക്കും ബോധമില്ല. ഇപ്പം അമേരിക്കയ്ക്ക് ഇടപെടാൻ നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ പല ഇസ്ലാമിക രാജ്യങ്ങളും പറഞ്ഞ് ഇടപെടേണ്ട ആവശ്യം, കാരണം അവരുടെ സ്റ്റേക്ക് ഹോൾഡറാണ്, അവർക്ക് താല്പര്യമില്ല. പക്ഷേ ആ ഷിപ്മെൻ്റ് റൂട്ട് അത് ഗ്ലോബൽ ബിസിനസ്സിനെ ബാധിക്കാൻ തുടങ്ങി, കാരണം അതിനെ ഫയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പ്രശ്നമാകുന്നത്. പക്ഷേ ട്രംപ് അതിനൊരു മറുപടി കൊടുത്തു. ശരിക്കും അവിടെ സീസ് ഫെയർ കൊണ്ടുവന്നേ മതിയാകൂ, അവിടെ ജനങ്ങൾ മരിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തണം. രണ്ട് കൂട്ടർ ഒരുമിച്ചത്തിൽ ചർച്ച ചെയ്യണം. രണ്ട് രാജ്യമെങ്കിൽ രണ്ട് രാജ്യമായിട്ട് പോകും. പക്ഷേ ഇതേപോലെ മറ്റ് പല രാജ്യങ്ങളും വെപ്പൺസും സഹായം കൊടുത്തിട്ട് അന്യോന്യം വെടിവെച്ച് കൊല്ലാൻ ഇനി അനുവദിക്കില്ല. അതിൻ്റെ പേരിലാണ് ട്രംപ് രണ്ട് രാജ്യങ്ങൾക്ക് താക്കീത് കൊടുത്തത്, ഇനിയും കൊടുക്കരുത്. മറ്റു പല രാജ്യം ഇത് സഹായിക്കുന്ന പല ഗ്രൂപ്പിനെ സഹായിക്കുന്നവരെ താക്കീത്. കാരണം ഈ ഗോൾഡ് മൈൻസ് ഉള്ള ഓരോ ഭാഗവും ഓരോ ഗ്രൂപ്പിൻ്റെ കയ്യിൽ. ഇതാണ് ഈ പ്രശ്നം. ഇതാണ് അറേബ്യൻ രാജ്യത്തുണ്ടായ പ്രശ്നം. അവിടുത്തെ പവർ സ്ട്രഗിളിൻ്റെയും കാര്യം സമ്പത്തും ഭരണവും മാത്രമായിരുന്നു. അതുതന്നെയാണ് ഞാൻ ഇവരെ പറ്റി പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിൽ ആരെ പറ്റിയാണെന്ന്. അപ്പനെ കൊല്ലുന്നു, അത് കഴിഞ്ഞ് മകനെ കൊല്ലുന്നു, മറ്റുള്ളവരെ കൊല്ലുന്നു, ഭരണം പിടിച്ചെടുക്കുന്നു. ഇവരാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്. ജനാധിപത്യം എന്തെന്ന് പോലും അറിയാത്ത സംഭവങ്ങളാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്. അവിടെ നേരത്തെ കലിഫേറ്റൊക്കെ ഉണ്ടാക്കാൻ വലിയ ശ്രമമൊക്കെ നടന്നു. ഈ പറയുന്ന സുഡാനിൽ മതതീവ്രത കൂടിയിട്ട് ആലോചിച്ച് നോക്കുക. IS പോലും ഉണ്ടായ, ഒസാമ ബിൻ ലാഡൻ പോലും ഉണ്ടായത് വളർന്നു വന്ന് സുഡാനിൽ അത്ര തീവ്രമായി ചിന്തിക്കുന്നവരാണ്. ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കി അവസാനം എല്ലാവരും കൂടെ ചേർന്ന്. അതിനെപ്പറ്റി കേരളത്തിൽ മിണ്ടുന്നേ ഇല്ല. അതിനെപ്പറ്റി കൂടെ സംസാരിക്കുക. എന്താണ് സുഡാനിൽ സംഭവിച്ചത്? എല്ലാവരും അറിയട്ടെ. എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാകട്ടെ. എന്നാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാനെല്ലാം ഇത് വായിച്ച് നോക്കി അറിഞ്ഞിടത്തോളം സുഡാനിൽ നിന്ന് നടക്കുന്ന ഭീകരമായ സംഭവമാണ്. എന്തിനു വേണ്ടി നടത്തുന്നു ഇത്? അന്യോന്യം വെട്ടിച്ചാവാനും വെടിവെച്ച് കൊല്ലാനും ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? അതിനെപ്പറ്റി പോലും ഇവർക്ക് കാര്യമായ ഒരു ബോധവുമില്ല. അതാണ് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തമാശ.